ഹലോ ഗൈസ്, മോർണിംഗ്. മല്ലു ബസ് ലൈഫിൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓട്ടം പോകാൻ വേണ്ടി വന്നാണ്. നമ്മുടെ കൂടെ ഉള്ള വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രിക്സും ഉണ്ട്, നമ്മുടെ ചെറുക്കൻ റാവണും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഓട്ടം പോകാൻ പോണത്. അത് നമ്മുടെ അമ്പലപ്പുഴക്കാണ് ഓട്ടം പോകുന്നത്. കല്യാണ ഓട്ടമാണ്. വലിയ പ്രതീക്ഷയുള്ള പോലത്തെ ഒരു ഓട്ടമല്ല എങ്കിൽ കൂടി ബാക്കി എല്ലാ കാര്യങ്ങളും ലൈനിൽ നിങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ. അല്ലേ നമ്മുടെ ചെറുക്കനെ കൊണ്ട് അനിയും ചേട്ടൻ പാർക്ക് ചെയ്തിട്ടില്ല, നടന്നു പോകണം. കല്യാണ വണ്ടിയില്ലേ കിടക്കണുണ്ടോ, ഒരു കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സുരാനൊക്കെ ഉണ്ട്. സുരാനൻ അവിടെ മെട്രിക്സ് കേട്ടില്ലേ ഒറ്റത്ത് കിടപ്പുണ്ട്. കാരണം ഇവിടെ ശരിക്കും ചെറിയ വഴിയാണ്, ഭയങ്കര ചെറിയ വഴിയാണ്, രക്ഷയില്ല. ഇത് നോക്കി കഷ്ടിച്ചൊരു ബസ് വന്നാൽ പോകാനുള്ള വഴിയുള്ളൂ ഇവിടെ. അതുകൊണ്ട് വണ്ടി ഇവിടെ ഇടാൻ സ്ഥലമില്ലത്. അവിടെ ഒരു തെങ്ങ് നിൽക്കണോണ്ട് വണ്ടി ഒട്ടും പോയാലേ ഒരു പൊടിക്ക് കയറ്റിയിട്ടൊക്കെയാണ് ഇവിടെ വീടിനങ്ങോട്ട് കാണാം. അമ്പലപ്പുഴക്കാണ്. അപ്പോൾ ഇനി നേരെ അവരൊക്കെ വന്നിട്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നിന്ന് എപ്പോഴും എടുക്കണമെന്നൊന്നും അറിയാൻ പാടില്ല. നമുക്ക് ബാക്കി കാര്യങ്ങൾ കുറേ കാണിച്ചു തരാം. ചെറുപ്പം വന്നതിൻ്റെ ഇത്രയും ചെറിയ റോഡാണെന്ന് അറിയിക്കാനുള്ള അടയാളം കിടക്കണം. നോക്കി ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ വെച്ചാൽ തമിഴം മറ വണ്ടി പോലെ ആര്യവേപ്പൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. കണ്ണ് കിട്ടാതിരിക്കാനാണ് ആര്യവേപ്പൊക്കെ വെച്ചിട്ടുണ്ടോ? അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. കല്യാണോട്ടം മൂന്നാമത്തെ കല്യാണം. ചിങ്ങം 1 തൊട്ടുള്ള കല്യാണം. ഈ കല്യാണ പരിപാടിയാണ് മോനെ. അപ്പോൾ നമുക്ക് നേരെ അശാന്തി എണ്ണക്കടുത്തേക്ക് പോകാം. അശാന്തി എണ്ണക്കൂടെ കിടപ്പുണ്ട്. വ്ളോഗ് അശാന്തി എണ്ണക്കൂടെ കിടപ്പണം. നമുക്ക് അശാന്തി എണ്ണക്കടുത്തേക്ക് പോവാം. പുറത്താണ് നേരെ നൈസായിട്ട് നടന്ന് നേരെ അവരുടെ അടുത്തേക്ക് പോവാം. ചായ കുടിക്കാനായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാകും നോക്കട്ടെ. ദേ വരുന്നു എടുക്കാൻ മുന്നേ നോക്കിയേ. ചേട്ടൻ സൈഡ് പറയുന്നു. പോട്ടെ കിടക്കലല്ല ഇത്. നമ്മളതേ വണ്ടി അവിടെ നിർത്ത്. വണ്ടി നമ്മുടെ അമ്പലപ്പുഴക്ക് പോയിക്കൊണ്ടിരിക്കണം. പക്ഷേ നമുക്ക് 2 വണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വണ്ടി ക്യാൻസലായി. അതുകൊണ്ട് അവർ നേരെ പോയി ഷെഡിലേക്ക് പോയി. നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഈ ഓട്ടം പോണത്. റാവൻ ചെറുക്കനാണ് ഈ ഓട്ടം പോണത്. മെട്രിക്സിൻ്റെ ഓട്ടം ഇവിടെ ആൾ കുറവായതുകൊണ്ട് മെട്രിക്സിൻ്റെ ഓട്ടം ക്യാൻസലായി. AC ഓട്ടമാണ്. AC ഒക്കെ കൊണ്ട് ഇങ്ങനെ പോകും. ഇവിടെ പിന്നെ കൊച്ചു വഴിയാണ്. കൊച്ചു വഴി, ചെറിയ വഴിയാണ് ഇവിടെ. കണ്ടോ, കറക്റ്റ് ഒരു ചെറിയ വഴി. ആ വഴി കൂടിയാണ് ചെറുക്കനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളോ കാണാം ബ്രിഡില്. ആലപ്പുഴ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇല്ല, വണ്ടിയാണ് നവശ്രീയുടെ വണ്ടിയാണ്. അപ്പം നമ്മുടെ ഇതിലെ വഴിയുള്ള പ്രൈവറ്റ് ബസ് എറണാകുളം ആലപ്പുഴ ഓടിക്കുന്ന ഫസ്റ്റ് ബസ് ഓടിച്ച ആളാണ് ഇരിക്കുന്നത്, അനിയൻ കുഞ്ഞ്. അപ്പം അറിയാത്തവർക്കായിട്ട് അനിയൻ കുഞ്ഞിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അനിയൻ കുഞ്ഞാണ്. പണ്ട് പ്രൈവറ്റ് ബസ്സാണ് ഓടിച്ചിട്ട് ഇപ്പം നമ്മളിവിടെ എണ്ണത്തിൻ്റെ സ്റ്റാഫായിട്ട് കുറേ ആൾ, പിന്നെ കുറേ ആൾ തൈക്കൂടത്തിലായിരുന്നു. തൈക്കൂടത്തിൽ ബസ് ഉണ്ടായിരുന്ന കാലം തൊട്ട് അനിയൻ കുഞ്ഞിനാണ് ഡ്രൈവർ. ഇപ്പം നമ്മുടെ വണ്ണത്തിലെ സ്റ്റാഫാണ്. ഞാനും അനിയൻ കുഞ്ഞ് ചേട്ടനും കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഓടിത്താർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബൈപ്പാസിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ഓടി നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് എത്തി. ഇവിടെ നിന്ന് ഇനി അമ്പലപ്പുഴക്കാണ്
പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് കല്യാണത്തിന് വന്ന ഓഡിറ്റോറിയം. ഉണ്ടോ ഇതിലേ കാണുന്നത് ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ്, നേരെ അമ്പലപ്പുഴ അമ്പലം. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. അനിയൻ കുഞ്ഞിൻ്റെ ഫ്രണ്ടേ പോകണം. പായസമൊക്കെ കുടിച്ച് മത്തടിച്ച് അനിയൻ കുഞ്ഞിൻ്റെ ഫ്രണ്ടേ പോകണം. ഞാനും മൊത്ത് മാറ്റാനായിട്ടൊരു നാരങ്ങയൊക്കെ മറത്തിട്ട് ഞാൻ പുറകെ പോകും. നമുക്ക് വണ്ടിക്കകത്ത് പോയി റെസ്റ്റ് എടുക്കാം. കാരണം സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടാവും. വണ്ടിക്കകത്ത് പോയി കുറച്ച് നേരം കിടക്കാം. ഓക്കെ, എൻ്റെ ബാക്കി പറയാം. അനിയേട്ടാ ക്ഷീണമുണ്ടോ? ഒരു ക്ഷീണമില്ലേ? എന്നിട്ട് അന്നൊക്കെ മാറ്റിരിക്കണെന്തോ അനിയൻ്റെ ക്ഷീണം എന്താണെന്നുള്ള പുറകെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. അടുത്തൊരു ലോങ് ട്രിപ്പൊക്കെ പോട്ടെ. അപ്പം അനിയൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മളിത് നടന്ന് നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ വാതിക്കെത്തി. നമ്മൾ അവിടെ നിന്നായിരുന്നു വന്നത്. അവിടെ എത്തി. ഇവിടെ നേരെ വടക്കുള്ള റോഡേ പോകണം. അവിടെ വണ്ടി വരണം. വടക്ക് നടന്ന വണ്ടി ഇട്ടേക്കണം. ബാക്കി നേരെ നമുക്ക് അങ്ങോട്ട് പോകും. നമ്മളങ്ങനെ നമ്മുടെ ചെറുക്കൻ്റെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ചെറുക്കൻ എന്ത് ഇറങ്ങി ചെറുക്കനോട് ഇട്ടേക്കാണ്. ഇപ്പോൾ പാർട്ടി വിളിക്കാന്ന് പറഞ്ഞിട്ട് പാർട്ടി വിളിച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്നാൽ മതി നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ വാതിക്കലേക്ക്. അപ്പം അതുവരെ നമുക്കിവിടെ റെസ്റ്റിംഗ് ടൈമാണ്. അല്ല ഗായ്സ്, അപ്പോൾ നമ്മുടെ കല്യാണ ഓട്ടം കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഷെഡിലേക്കല്ല നേരെ പോയത്. നമ്മളിപ്പോൾ നിൽക്കണത് തുറവൂരാണ്. തുറവൂർ ഫ്ലൈ ഓവറിൻ്റെ പണി നടന്നിട്ടിരിക്കുന്നതല്ലേ, തുറവൂരാണുള്ളത്. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്ക് നമ്മുടെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണം, പിന്നെ ടയറൊന്ന് പറിച്ചിറക്കണം. അടുത്ത ദിവസങ്ങളിലായിട്ട് ഓട്ടം തുടങ്ങുന്നത് പ്രമാണിച്ച് നമ്മൾ വണ്ടി പണിയെല്ലാം തീർക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നേരെ നമുക്ക് എരമല്ലൂരുള്ള നമ്മുടെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണ കടയിലേക്ക് പോകാം. അതുകൊണ്ട് ബാക്കി വിഷയം അവിടെ ചെന്ന് കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമ്മൾ ടയർ മറിച്ച് ഇറക്കാൻ വേണ്ടി വന്നേക്കുന്നത് നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ ചെറുക്കും കിടപ്പുണ്ട്, നമ്മുടെ വണ്ടിയും കിടപ്പുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എരമല്ലൂരാണ്. എരമല്ലൂരിൽ നിന്ന് നമ്മുടെ ആലപ്പുഴ പോണ വഴിയാണ് കേട്ടോ. കിടക്കുന്ന നമ്മുടെ ചെറുക്കൻ ബ്ലാക്ക് പാന്തറിൻ്റെ ചെറുക്കൻ. നമുക്ക് രണ്ട് പേർക്കും ഇതേപോലെ തന്നെ ടയർ മറിച്ച് ഇറക്കാനാണ് വന്നേക്കുന്നത്. വണ്ടിയുടെ പരിപാടിയൊക്കെ നടന്നിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പരിപാടി ടയർ ഫ്രണ്ട് അഴിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാക്കിലൊന്ന് എയർ ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ടയർ അടിച്ചിട്ടേക്കണം. ടയറിൽ അവിടെ എടുത്ത് വെച്ചാണ് ടയർ. നിങ്ങൾക്ക് ഇനി സെറ്റ് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ട്. അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ ടയറും അഴിച്ചിട്ടേക്കാണ് കേട്ടോ. ഇവിടെ ഭയങ്കര നോയ്സാണ്, ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം. ഇവരുടെ അഴിച്ചിട്ടേക്കാണ്, നമ്മുടെ അഴിച്ചിട്ടേക്കുന്നത്. ഇതൊക്കെയാണ് പരിപാടി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ ഷെഡിലേക്ക് പോകണം. ഷെഡിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അതായത് വേണ്ട മൊത്തം അഴിക്കണം. ഇനിയിപ്പോൾ അത് റെഡിയാക്കണം. ഓക്കെ, ബാക്കി പറയാൻ തരാം. ഭയങ്കര മൊത്തമൊക്കെ വെയിലടിച്ചിട്ടുണ്ട് പോലെ. അലൈൻമെൻറ്റ് ചെയ്യണത് കണ്ടിട്ടില്ല. ബസ്സിൻ്റെ അലൈൻമെൻറ്റ് ചെയ്യണത് കാണാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ. ഞാനാണ് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ആ ബസ്സിൻ്റെ അലൈൻമെൻറ്റ് ചെയ്യണത് ചെക്ക് ചെയ്യണം. കണ്ടിട്ടുണ്ടോ? അതെ, ഇതാണ് കേട്ടോ നമ്മുടെ ബസ്സിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണത്. ഇതുണ്ട്. അതേപോലെ തന്നെ ഇതേ ഫ്രണ്ടിലും ഇതേപോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അലൈൻമെൻറ്റ് എങ്ങനെ സെറ്റാണെന്നൊക്കെ നോക്കുന്നത്. അതേപോലെ എൻ്റെ ഈ സിസ്റ്റം കണ്ട, അത് ഈ സിസ്റ്റത്തിൻ്റെ അകത്താണ് കേട്ടോ. ഇവിടെ നമ്മുടെ പയ്യന്മാരൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ആ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ഭയങ്കര നോയ്സാണ്. നോയ്സ് ആയതുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം.
ഇവിടെ വെച്ച് സൗണ്ട് കുറവാണ്. ഇത് കണ്ട നമ്മുടെ എല്ലാ 4 ടയറുമേലും ഇതേപോലെ തന്നെ ഈ സാധനം നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മുടെ ഹായ് പോലോ ഹായ് ബായ് നമ്മുടെ ബായ് ആണ് കേട്ടോ, ചങ്ക് ബായ് ആണ് സെറ്റ് ചെയ്യണത്. യൂട്യൂബ് ചാനൽ വീഡിയോ യൂട്യൂബ് അപ്പം അങ്ങനെയാണ് സാധനം സെറ്റ് ചെയ്യണത്. ഇവിടെ എല്ലാം ആ സിസ്റ്റത്തിൻ്റെ അകത്ത് അവർക്ക് അറിയാൻ പറ്റും. എന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്യണത്. ഇറങ്ങുന്നത് മോഞ്ചന്മാരെ അതേപോലെ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, നമ്മൾ ഏത് സ്ഥലത്ത് അല്ലെ ഏത് കടയിലാണ് കൊണ്ടുപോയിട്ട് അല്ലെ വീൽ അലൈൻമെൻറ്റ് ചെയ്യണ എല്ലാ സ്ഥലത്തും അവിടെ ബസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമോയെന്ന്, ബസ്സിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്നുള്ളതൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് വന്നേക്കണം നമ്മുടെ ഇവിടുത്തെ ഓട്ടോ ക്രാഫ്റ്റ് എന്ന എവിടെയാണ് വന്നേക്കുന്നത്, നമ്മുടെ എരമല്ലൂർ സിഗ്നൽ കഴിഞ്ഞ് ആലപ്പുഴക്ക് പോകുന്ന വഴി. അതായത് ആലപ്പുഴ നിന്ന് വന്ന വഴിക്ക് നമ്മുടെ എരമല്ലൂർ സിഗ്നലിൽ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് റൈറ്റ് സൈഡിലും കാണാം. നമുക്ക് അരൂരിൽ നിന്ന് വന്ന ആൾക്കാർ ആലപ്പുഴക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇതാ ഓട്ടോ ക്രാക്ക്. ഇവിടെയാണ് നമ്മുടെ വണ്ടി ചെയ്തേക്കുന്നത്. ഇവിടെ മിക്ക വണ്ടികളും നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ചേട്ടനാണ് കേട്ടോ. അത് അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാണ് ബസ്സുകളും കാര്യങ്ങളും ലോറികളൊക്കെ വന്ന് നമ്മുടെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അവർ നല്ല സർവീസാണ് കേട്ടോ. നമ്മളോട് വന്നിട്ട് നമ്മളത് നല്ല കാര്യമായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അവർ അതിൻ്റെ രീതിക്ക് പെട്ടെന്ന് ചെയ്തത്. ഈ വണ്ടി ഉണ്ടായിരുന്നു, ഇതേപോലെ ട്രാവലർ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് മാറ്റിയിട്ടാണ് ചെയ്തു തന്നത്. ഇത് നമ്മളങ്ങനെ നോക്കാൻ നേരത്തെ നമ്മുടെ ബ്ലാക്ക് പാന്തറുമായിട്ട് വന്നേക്കണ ആരാണ് യൂട്യൂബ് ചാനലാണ് ബ്രോ, യൂട്യൂബ് ചാനല് ആണാ. നമ്മുടെ വിഷ്ണു ചേട്ടനാണ്. വിഷ്ണു ചേട്ടൻ നമ്മുടെ എന്താണ് ക്യാമറ ഗ്യാങ്ങിൻ്റെ ഓണർ വിത്ത് ക്ലീനർ. പിന്നെ വിഷ്ണു ചേട്ടനാണ് ഈ വണ്ടിക്കകത്ത് ഗ്യാപ്പ് പോണത് കേട്ടോ, ബ്ലാക്ക് പാന്തറിൻ്റെ വണ്ടിയാണ്. അപ്പോൾ വൈൽഡിങ് അപ്പോൾ അവിടെ അങ്ങനെ കാണുകയാണെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ മതി, അഖിലിൻ്റെ കമ്പനിക്കാരാണെന്ന് പറഞ്ഞാൽ മതി. വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാം. അവിടെ പിള്ളേർ സെറ്റ് എല്ലാവരും പറയാം. പിന്നല്ല ഇത് നമ്മുടെ ബിറ്റ്, വെറൈറ്റി പേരല്ലേ ബിറ്റ്. ഇല്ല വിറ്റ് എന്ന് പറയുള്ളൂ, വിറ്റ്. ഇത് നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ അകത്ത വൈൽഡ് കിങ്ങിൻ്റെ അകത്ത നമ്മുടെ ഇതേപോലെ തന്നെ ക്ലിയാണ് കേട്ടോ. മച്ചാൻ അടിപൊളിയാ, ഒരു രക്ഷയില്ല. നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ചെന്നാൽ മതി, വിറ്റേന്ന് വിളിച്ചാൽ ഓടി വരും അവിടെ നിന്ന്. നീ എവിടെ ചെന്നാലും ബ്ലാക്ക് വിഷ്ണുണ ഇനി എവിടെ ചെന്നാലും വൈൽഡ് കിങ്ങിൻ്റെ അകത്ത് ബിറ്റ് വിഷ്ണു അണ്ണൻ ഉണ്ടാകത്തില്ല കേട്ടോ. വിഷ്ണു അണ്ണൻ നമ്മുടെ എന്താണ് വേറെ ഒന്നൊരു ട്രാവലറൊക്കെ ഉള്ളതാണ്, പുള്ളി ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റ് ചെയ്തതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ബില്ലൊന്നും വാങ്ങിക്കട്ടോ. അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തതിൻ്റെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പോവാണ് ഇവിടെ കാര്യങ്ങളൊക്കെ മൊത്തം നോക്കുന്നതെന്ന് പറഞ്ഞാൽ. എന്തായാലും പേരെന്താ? അരുൺ. അതെ നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. കിട്ടും നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല, ഇവർക്ക് മനസ്സിലാവുള്ളൂ. ഡോക്ടർമാർ എഴുതണ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കൽ സ്റ്റോറുകാർക്ക് മനസ്സിലാകണ വരെ തന്നെയാണ് ഇവർക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ. അപ്പോൾ നമ്മളിതേ നമ്മുടെ വണ്ടി വീഴ്ചെടുത്തോണ്ടിരിക്കണേ. നമ്മളിവിടെ നിന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോട്ടെ, അവിടെ ഫ്രീ ആണ്. പോട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ അലൈൻമെൻറ്റും കാര്യങ്ങളും പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മളിതേ അവിടെ നിന്ന് വണ്ടി തിരിച്ചു ഇറങ്ങി അയോഗ്രി പോയിട്ട് കാണിച്ചിട്ട് ഇനി നമ്മൾ നേരെ ഷെഡിലേക്ക് കണ്ട് ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. ഷെഡിൽ കണ്ട് വിശേഷം കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. വണ്ടിക്ക് ലൈറ്റും കാര്യങ്ങളും കുറച്ച് സെറ്റാണ്ട് വണ്ടി കഴുകണം. നാളെ മണികണ്ഠലിനെ കൊണ്ടുപോകണം, ചെറിയ പൊളിച്ചും പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നാളെ എന്തായാലും ചെയ്യും. അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ചെല്ലുക, വണ്ടി ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ ഷെഡിലേക്ക് നമുക്ക് ചെല്ലാം. അപ്പോൾ ഗൈസ് ഇതേ നമ്മൾ ഓട്ടോ ഒക്കെ നമ്മുടെ ഷെഡിലെത്തിയിട്ടുണ്ട്. ഷെഡിൽ നമ്മുടെ അതേ മെട്രിക്സ് അപ്പുറത്ത് കിടപ്പുണ്ട്. നമ്മുടെ ഷെഡ് ഒരു വണ്ടിയില്ല, എല്ലാ വണ്ടിയും ഗോവ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ക്ലീൻ ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കിടക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.